ഒരു റൗണ്ട് സ്പോഞ്ചിൽ നിന്ന് എങ്ങനെയാണ് ഹാർട്ട് 3D ഷേപ്പ് ആക്കിയെടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം കേക്കിൻ്റെ 3 ലെയറും ഫില്ലിംഗ് ഒക്കെ വെച്ച് സെറ്റാക്കിയെടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ നടുഭാഗത്ത് പാലറ്റ് നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. വേണമെങ്കിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗത്ത് ക്രീം കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഹാർട്ട് ഷേപ്പിൻ്റെ മുകൾ ഭാഗം വരുന്ന സ്ഥലമില്ലേ, അവിടെ ഇതുപോലെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ താഴെ നിന്ന് കട്ട് ചെയ്ത് വെക്കുന്ന ഭാഗം അവിടെ ഒട്ടിയിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഹാർട്ടിൻ്റെ താഴെ കൂർത്ത ഭാഗം വരുന്ന സ്ഥലമില്ലേ, ആ ഷേപ്പിലാക്കാൻ ഇതുപോലെ അടയാളപ്പെടുത്തിയിരിക്കുന്ന 2 ലൈന് മുട്ടിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ കട്ട് ചെയ്ത ഭാഗം മുകൾ ഭാഗത്ത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തില്ലേ, അവിടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുത്തതിൻ്റെ മറുഭാഗം കൂടെ കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കാം. 3D എഫക്റ്റ് കിട്ടാനാണ് സൈഡ് ഇതുപോലെ വെട്ടിക്കൊടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്യാതെയാണ് ഐസിങ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് 3D ഷേപ്പ് ആക്കി എടുക്കാൻ ഒത്തിരി ക്രീം ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. മുകൾ ഭാഗം കട്ട് ചെയ്തതുപോലെ ഇതിൻ്റെ താഴെ ഭാഗം കൂടി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇപ്പം കണ്ടില്ലേ, കേക്ക് ഒരു 3D എഫക്റ്റിലായി കിട്ടിയില്ലേ. ഇനി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സൈഡിലൊക്കെ ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സൈഡ് ഷേപ്പാക്കി എടുക്കാൻ എടുത്തിരിക്കുന്നത് നമ്മൾ എഡിബിൾ പ്രിൻ്റൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന ഷീറ്റില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നത്. സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. കുറച്ച് മെനക്കേടുള്ള പണിയാണ് കേട്ടോ, അതുപോലെ നല്ല ക്ഷമയും വേണം. ആ ഷീറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ താഴെ നിന്ന് മുകളിലോട്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 3D ഹാർട്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ജെല്ലിൽ കളർ ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഹോം മെയ്ഡായിട്ട് പൈപ്പിംഗ് ജെൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്ത ശേഷം സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലവർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ജെല്ല് കൊണ്ടാണ് ഈ ഹാർട്ട് മുഴുവനും വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ താഴെ ഭാഗത്ത് ബോർഡർ കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ റൗണ്ട് സ്പഞ്ചിൽ നിന്ന് ഹാർട്ട് 3D ഷേപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.